തമിഴ്നാട്ടിലെ ഹൊസൂരിനടുത്ത് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ 25 പേർക്ക് പരിക്കുണ്ട് എന്നതാണ് പ്രാഥമികമായി വരുന്ന വിവരം. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായുണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, ഈ സ്വകാര്യ ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞു, അത് എവിടെയാണ് സംഭവം? ഹൊസൂരിനടുത്ത് എവിടെയാണ്? ഈ അപകടത്തിൽ പരിക്കേറ്റവരുടെ നില ഗുരുതരമാണോ? എന്തൊക്കെയാണ് മറ്റ് ഈ അപകടത്തിന്റെ വിവരങ്ങൾ? GK, ഹൊസൂരിനും കൃഷ്ണഗിരിക്കും ഇടയിലാണ് ഈ സ്വകാര്യ ബസ് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത്. പുലർച്ചെയാണ് അപകടമുണ്ടായത്. 25 യാത്രക്കാർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് ഈ ബസ് മുകളിലൂടെ പോവുകയും താഴെയായി സർവീസ് റോഡും ഒപ്പം തന്നെ ഒരു അഴുക്ക് ചാലും ഒക്കെ ഉണ്ട്. ഇവിടേക്കാണ് ഈ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. വാഹനം അമിത വേഗതയിലായിരുന്നു. ഒപ്പം തന്നെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായും പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇത് മധുരയിൽ നിന്നും ബംഗളൂരുവിലേക്ക് സർവീസ് നടത്തുന്ന ഒരു സ്വകാര്യ ട്രാവൽസ് ആണ്. ഹരിഹരസുധൻ എന്ന പേരിലുള്ള ബസ്സാണ് അപകടത്തിൽപ്പെടുന്നത്. ഇത് നിരന്തരമായി ഇത്തരത്തിൽ മലയാളികൾ ഉൾപ്പെടെ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്. നിരവധി ബസ്സുകൾ ഉണ്ട് ഇവർക്ക്. സ്ഥിരമായി ബംഗളൂരു ഒപ്പം തന്നെ കർണാടക, ഈ ഒരു തമിഴ്നാട് യാത്രകൾ നടത്തുന്ന സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ്. അപ്പോൾ ആ ബസ്സാണ് ഇപ്പോൾ നിയന്ത്രണം വിട്ട് മറിഞ്ഞിരിക്കുന്നത്. പരിക്കേറ്റവരെ ഹൊസൂരിലെ സർക്കാർ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 3 പേരെ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് വിവരം. അങ്ങനെയാണെങ്കിൽ 3 പേരുടെ ഒരു ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുമുണ്ട്. എന്തായാലും ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നുണ്ട്. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇവരുടെ പല ബന്ധുക്കളും മധുരയിൽ നിന്നും ഹൊസൂരിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. GK. ശരി, മുഹമ്മദ് റഹീസ് ആണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ചെന്നൈയിൽ നിന്ന്.